തൃശൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകാൻ തട്ടിക്കൊണ്ടുപോയ പ്രതി പിടിയിലായി. പെരിങ്ങോട്ടുകര സ്വദേശി വിവേകാണ് പിടിയിലായത്. ലഹരി വസ്തുക്കൾ നൽകാൻ വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, പറയൂ വിശദാംശങ്ങൾ. സൂരജ്. എസ്കെൻ, ഇക്കഴിഞ്ഞ 12-നാണ് പെരിങ്ങോട്ടുകരയിലെ വീട്ടിലേക്ക് ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി നൽകുന്നതിന് വേണ്ടി പ്രതി ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നത്. അത് മദ്യവും ബീഡിയും നൽകുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് കുട്ടിയുടെ പിതാവ് ഇത് തടയുകയും ചെയ്തു. എന്നാൽ പ്രതി ഈ കുട്ടിയുടെ പിതാവിനെ ചവിട്ടി വീഴ്ത്തിയ ശേഷമാണ് ഈ കുട്ടിയെ ബലമായി കൊണ്ടുപോയതെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് കുടുംബം തന്നെ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതേ തുടർന്നാണ് ഈ താന്യം സ്വദേശിയായിട്ടുള്ള 38 വയസ്സുള്ള വിവേകിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വിവേകിനെ സംബന്ധിച്ച് കൃത്യമായി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ കൂടിയാണ് വിവേക് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. സ്കെൻ 2010 ഒരു മോഷണ കേസിലും 2011 2 വധശ്രമ കേസിലും ഈ വിവേക് പ്രതിയായിരുന്നു. 2012, 13, 19 വർഷങ്ങളിൽ ഓരോ വധശ്രമ കേസിലും പ്രതിയായിരുന്നു. 14 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വിവേക് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് വിവേക് ജാമ്യത്തിൽ ഇറങ്ങി ഈ കുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ലഹരി വസ്തുക്കൾ നൽകാനുള്ള ശ്രമം നടത്തിയത്. അത് തടയാൻ ശ്രമിച്ച പിതാവിനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു. എന്തായാലും പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്കെൻ. ഓക്കെ, താങ്ക് യു.